ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിത് ഇന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയേക്കുവാണ്. അപ്പോഴത്തേക്ക് ഇതൊരു ചെറിയൊരു കണ്ടമായിരുന്നു, പിള്ളേർ കളിക്കുന്ന കണ്ടോ ഇപ്പോൾ. അപ്പോൾ ഇത് ഈ വെള്ളമൊക്കെ മഴ പെയ്ത് വെള്ളമെല്ലാം നിറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നിറച്ച് മീനായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി നേരെ വന്ന് ഇപ്പോഴേ വന്ന് കയറിക്കുന്നത് ഇതിനകത്തോട്ടാണ്. ഇവിടെ ചെറിയൊരു കുഴിയുണ്ട്, ആ കുഴിക്കകത്തോട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിതിനകത്ത് ചെമ്പല്ലിനെ പിടിച്ചിട്ടുണ്ടിരിക്കും. അടുത്തത് പിടിച്ച് അപ്പോൾ ഒരു 3-4 ചെമ്പല്ലി പിന്നെ കുറച്ച് കാരിന് വരാനെല്ലാം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഈ വെള്ളം കലക്കി കഴിയുമ്പോഴത്തേക്കും പതിയെ സൈഡിലോട്ട് നിൽക്കും. അല്ലെങ്കിൽ ചെളി, ഇങ്ങനെ ചെറിയ ചെളി ഉണ്ട് അതിനകത്ത് വന്ന് പമ്മി ചെയ്യുന്നുള്ളൂ. ഈ 3-4 വരാല് കിടപ്പുണ്ട്, പക്ഷെ അതിനെ കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്ന മൊത്തം ചെമ്പില്ലേ, ചെറിയ കാലം തട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഈ ചാലില്ലേ, നമുക്ക് വല ഇല്ലാതെ നമ്മൾ വന്നത്. അപ്പോൾ ഇഷ്ടംപോലെ മീൻ കിടപ്പുണ്ട്. നമുക്ക് കുറച്ച് നമ്മൾ പിടിച്ച് ബാക്കിയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിത് കുറച്ച് ഈ സൈഡിൽ കിടന്ന പായെല്ലാം കൂടെ വലിച്ച് ഈ ഒരു മൂലക്കോട്ട് മാറ്റി വെച്ചിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് മീനെല്ലാം കൂടെ വന്ന് അതിന് ഇടക്കൂട്ടം കൊണ്ട് കയറും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വലിച്ചെടുക്കാം. അതിനുവേണ്ടി ചെയ്യുക, നമ്മളതിൻ്റെ അപ്പുറ സൈഡിലൊക്കെ ഒന്ന് കലക്കി വിടും. ഉള്ള മീനെല്ലാം കൂടെ ആ സൈഡിലോട്ടൊന്ന് കയറും. ഇച്ചിരി വെള്ളം പറ്റിക്കഴിഞ്ഞാൽ സുഖമായിട്ട് പിടിക്കാനാണ്. ഇപ്പോഴും ഉണ്ട്, ആവശ്യത്തിന് മീനുണ്ട് ഇതിനകത്ത്. ചാടിക്കര കയറി, അത് ചാടിക്കര കയറി. ചെറിയ ചെമ്പല്ലേ കിണ്ണത്തോട്ട. അവിടെ തല നോക്കി പിടിക്കുള്ളൂ, കുത്തു കിട്ടില്ലെങ്കിൽ. കൊണ്ടുവരും അല്ലെങ്കിൽ ഇന്നത്തോട്ടേക്ക്. അപ്പോൾ നമ്മൾ ഈ കുഴിയിൽ നിന്ന് കുറച്ച് മീനൊക്കെ പിടിച്ച്, പക്ഷേ വലുതിലൊന്നും നമുക്ക് കിട്ടുന്നില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കൂടലുള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ വലയായിട്ട് വന്നിട്ട് വേണം ഇനി അടുത്ത പിടിക്കാനായിട്ട്. ബാക്കി അപ്പോൾ നമ്മളിന്ന് പിടിച്ച മീൻ ഇത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ നേരെ രണ്ടാമത് അതിനകത്ത് ബാക്കിയുള്ള മീനെ കൂടെ കുറച്ച് പിടിക്കാൻ ഓർത്ത് നേരെ വീട്ടിൽ പോയി കുറച്ച് വലയെടുത്തിട്ട് വന്നിരിക്കുക. കുറച്ച് ഉടക്കൊലയുണ്ട്, ആ ഉടക്കൊല എടുത്ത് അതിലിട്ട് ആ മീനെ ഓടിച്ച് ആ ഉടക്കൊലയിലോട്ട് കയറ്റി കുറച്ച് മീനെ കൂടെ പിടിക്കാമെന്ന് ഓർത്ത് വന്നേ. നല്ല മറിച്ചിൽ പറയുന്നുണ്ട് മീൻ കിടന്ന്. കിട്ടാട്ടെ ഉണ്ട്, അനത്തെ കിട്ടാനുള്ള മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓടിക്കറി. അപ്പം തന്നെ ഉടക്കിയ കിട്ടിയ നമ്മളെ പറ്റിച്ചിട്ട് പോയതാണ്. എടുക്കാൻ ഇച്ചിരി മെനക്കെട ഉണ്ടെന്നുള്ളൂ അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു വലയുണ്ട് അതിന് മേത്ത്. അത് പൊട്ടും. അടുത്ത തുടങ്ങി, അടുത്ത തുടങ്ങി. അവനെ കിട്ടുന്നത്ര അടപടാ. എവിടെ ഇത് പോയി, അപ്പുറത്തെ കൂടെ ഉണ്ട്.
ഓടിക്കേറ്റാ മതി. ഇവിടെ ഇതിനകത്ത് ഇറങ്ങണ്ടേ, ഇവിടെ ഉടക്കിയിരുന്നു. ആര് കിടക്കി തരും? എത്ര കിടപ്പുണ്ട് ഉടക്കി ഏതായാലും. ഒരാൾ കേശവന്മാരാണല്ലോ. നീ ഇങ്ങോട്ട് വലിച്ചെടുക്കണോ? ഇങ്ങോട്ട് മാറ്റിയിട്ട് ചോര എടുക്കുന്നു. നിന്റെ കാലിൽ ഇടിച്ചിട്ട് പോയി. പോയല്ലേ? ഒരു വരൽ തുടങ്ങുന്നുണ്ടല്ലേ? അതിൻ്റെ ആപ്പീസും ഒരു മുമ്പിലിരിക്കുന്നു. എടുത്ത് കളയല്ലേ, പിടി. വരല്ലായിരുന്നത്. പോയാ വലയുടെ കാര്യം തീരുമാനമായി. വല അങ്ങോട്ട് കയറ്റിയിട്ടേക്കും, വല്ല പാമ്പം കയറി കൊടുക്കണം. അതിനകത്ത് നടക്കത്തില്ല. നല്ല കാര്യം തീരുമാനം. ഇഷ്ടംപോലെ മീൻ ഇനിയും കിടപ്പുണ്ട് ഇതിനകത്ത്. മുടക്കോലിട്ട് നേരെ അങ്ങോട്ടിട്ട് എന്നിട്ട് നേരെ തപ്പി പിടിച്ചത് മൊത്തം. 2-3 വരാനുണ്ട്, ബാക്കിയെല്ലാം ചെമ്പല്ലി. അപ്പോൾ ഇത് നമ്മൾ രാവിലെ പിടിച്ച മീൻ, അത് തന്നെ നേരെ വാലിയിട്ട് നമ്മൾ ഇന്ന് അത് കഴിഞ്ഞ് പോയി പിടിച്ചു. ഇന്ന് ഫുള്ള് മീൻ പിടുത്തമായിരുന്നു. കുറച്ച് മുമ്പേ ആ കുഞ്ഞുമീനെ തിന്നാൻ മറ്റേ കുഞ്ഞുമീനെ തിന്നാൻ
അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ മീൻ പിടുത്തം നിർത്തി. നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഉടക്ക വല ഉണ്ടല്ലോ, അത് മൊത്തം അഴുക്ക് കയറി ഇപ്പോൾ മീൻ ഉടക്കുന്നില്ല, കിട്ടുന്നില്ല. അപ്പോൾ അതിനകത്ത് ഇനിയും മീൻ കിടപ്പുണ്ട് ആവശ്യത്തിന്. ഒരു 3-4 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ആ വെയിലൂടെ അടിക്കാൻ നേരത്ത് ആ വെള്ളം പറ്റി വരുമ്പോൾ നല്ല രീതിയിൽ പറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സുഖമായിട്ട് അതിനകത്ത് മീനെ പിടിക്കാൻ പറ്റും. പക്ഷേ ആ പറമ്പിൽ ഇഷ്ടംപോലെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നത്. അപ്പോൾ അവന്മാർ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ അടുത്ത പിടിക്കുന്നൊരു വീഡിയോ നമ്മളിടും. അപ്പോൾ ശരി.